മനസ്സിൻ്റെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ തലച്ചോറിനും ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മനസ്സിനും ഒക്കെ തന്നെ യോഗ സംസ്കാരത്തിൽ ഒരു പ്രാധാന്യമില്ലെന്നുള്ളതാണ് അടിസ്ഥാനം. നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ ഈ മൃഗങ്ങളെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവർ അവരോട് ചോദിച്ചാൽ മതി. ഞാൻ ഊട്ടി ആശ്രമത്തിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു സ്വാമിയുണ്ട്. അദ്ദേഹമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അരികിൽ ബൈസൺ വരും. സാധാരണ ബൈസണൊക്കെ വരുമ്പം അത് നമ്മളെ നന്നായിട്ടത് ആക്രമിക്കുകയാണ് ചെയ്യാറുള്ളത് പലപ്പോഴും. അതേപോലെ പാമ്പിനെ കൈകാര്യം ചെയ്യുന്നവരെ അറിയാം. പലപ്പോഴും ഞാനും പാമ്പിൻ്റെ അരികിൽ പോകുമ്പോഴും സർപ്പക്കാവുകളിലിരിക്കുമ്പോഴും പാമ്പുകൾ വരുമ്പോഴും ഒക്കെ തന്നെ അതിൻ്റെ ഒരു ശാസ്ത്രം ശ്രദ്ധിക്കുമ്പോഴും മനസ്സ് എവിടെ ശൂന്യമാകുന്നോ അവിടെ അത് നമ്മളെ മനസ്സിലാക്കുന്നത് അറിഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് എല്ലാത്തിലും സംഭവിക്കുന്നതും. ഒരു പ്രതിഷ്ഠാപനത്തിലാണെങ്കിലും ഒരു ദീക്ഷയിലാണെങ്കിലും എല്ലാം സംഭവിക്കുന്നത് മനസ്സ് എത്രത്തോളം ഇല്ലാതാവുന്നോ അവിടെ നമുക്ക് ജീവ-ഊർജത്തിൻ്റെ പ്രവർത്തനമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മിസ്ട്രിസമാണെങ്കിലും എല്ലാം മനസ്സില്ലാതാവുന്നിടത്തോളം ഉണ്ടാവുന്നതാണ്. അപ്പം മനസ്സിൻ്റെ ശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശാസ്ത്രം വെറും ഇല്ലായ്മയാണ് ഞാൻ പറയുന്നത്. വെച്ചാൽ ഇതിനെ നമുക്ക് യാഥാർത്ഥ്യവൽക്കരിക്കാൻ പറ്റാത്ത ഒന്നാണ്. നാം ഇപ്പോൾ കാണുന്ന ഈ അവസ്ഥയെ ജാഗ്രതം എന്ന് വിളിക്കും. ജാഗ്രത അവസ്ഥയിലാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ദ്രിയങ്ങൾക്കുണ്ടായിരിക്കുന്ന ഓർമ്മകൾ കൊണ്ടാണ്. ഇപ്പം ഒരാള് വേറൊരാളെ കാണുന്നു. ആ കാണുന്ന ആളെ കാണുമ്പോൾ മനസ്സിൽ നിന്നുണ്ടാവുന്ന ആശയങ്ങൾ അയാൾ നേരത്തെ സ്വീകരിച്ചിരിക്കുന്ന ഒരു അറിവിൽ നിന്ന് വരുന്നതാണ്. അയാളുടെ സ്വഭാവം ഇതാവാം, അയാളുടെ വ്യക്തിത്വം ഇങ്ങനാവും. ഇതെല്ലാം ഒരു പ്രഡിഷൻ പോലും അങ്ങനെ അവരിൽ നിന്നുണ്ടാകുന്ന നമ്മുടെ അറിവാണ്. പുതിയതായി ഒന്നും നമ്മളിന്ന് സൃഷ്ടിച്ചു വരുന്നില്ല ആ സമയങ്ങളിൽ. ഇതേപോലെ ഇന്ദ്രിയങ്ങൾ ഉണർവിലാണ്. അപ്പം ഇന്ദ്രിയങ്ങൾക്കുണ്ടായിരിക്കുന്ന ഓർമ്മകളിൽ നിന്നത് പ്രവർത്തിക്കുന്നു. ഇനിയിപ്പോൾ വേറൊരു അവസ്ഥയുണ്ട്, സ്വപ്നാതീതം അവസ്ഥ. അവിടെ നമ്മൾ വെറുതെ കണ്ണടച്ച് ഒരു 10 മിനിറ്റ് മയങ്ങിപ്പോയി കഴിഞ്ഞാൽ, ഉറക്കത്തിലായി പോയി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നു. ചിലപ്പം 5 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ ഈ നിമിഷം തന്നെ നമ്മളതിനെ യാഥാർത്ഥ്യവൽക്കരിക്കും. ആ സ്വപ്നമാണ്. പലരുടെ ജീവിതവും ഇത് തന്നെയാണ്. കർമ്മത്തിൻ്റെ പിന്നാലെ പോവാന്ന് നമ്മൾ പറയും. വെച്ചാൽ കർമ്മം നയിക്കുന്നു, നമ്മൾ പിന്നാലെ നടക്കുന്നു. ഈ മനസ്സിൻ്റെ അവസ്ഥകളെല്ലാം കർമ്മത്തിൻ്റെ പിന്നാലെയുള്ള യാത്രയാണ്. ബോധം ഈ തലങ്ങളൊന്നുമേ അല്ല. നാം ചിന്തിക്കുന്ന ഈ മൈൻഡ് എന്ന് പറയുന്നൊരു കാര്യം, എനിക്ക് തോന്നുന്നുണ്ട് എൻലൈറ്റഡ് ആയിരിക്കുന്ന ആളുകളെല്ലാം തന്നെ അവരെ മനസ്സിലാക്കാത്തൊരു വൃത്തികെട്ട ലോകമായതുകൊണ്ടും അവർ പലപ്പോഴും മനസ്സിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യാറുള്ളത്, അവരുടെ മനസ്സിനെ പഠിച്ചുകൊണ്ട്. എന്നുവെച്ചാൽ ഇവിടുത്തെ കാര്യങ്ങളിൽ ഒരു അവബോധം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ അവബോധം വേറൊരു ഡയമെൻഷൻ തന്നെയാണ്. അവിടെ മനസ്സില്ല, അവിടെ ബുദ്ധിയുടേതായിട്ടുള്ള പ്രത്യേകതരം ഉണ്ടാകുന്ന അവസ്ഥകളോ ചിന്തകളുടെ പ്രക്രിയകളൊന്നുമില്ല. ശൂന്യത എന്ന് പറയുന്ന ഒരു അവസ്ഥ അത് നമ്മൾ ജീവനോട് നമ്മുടെ 84 ചക്രങ്ങളെ ആരും മറികടക്കുന്നു അവർക്കെല്ലാം തന്നെ ഉണ്ടാകുന്ന അവസ്ഥയാണ് മനസ്സില്ലായ്മ എന്ന നോ മൈൻഡ് സ്റ്റേറ്റ്. അവിടെ വളരെ വ്യക്തമായിരിക്കും. എന്നുവെച്ചാൽ അകൽച്ചയുണ്ട്. മനസ്സിന്റെ എല്ലാ കളികളും മനസ്സുമായി നിങ്ങളിപ്പോൾ ഒരു കാര്യവുമായി ചേർന്നിരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു പ്രശ്നത്തിൽ നിങ്ങൾ ഏർപ്പെടുമ്പം ആ പ്രശ്നത്തിന്റെ ഉള്ളിൽ ഒരാളാണെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ അലിഞ്ഞു പോകും. ആ പ്രശ്നം നിങ്ങൾ ദൂരെ നിന്നാ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അകൽച്ചയുണ്ട്. ഇതേപോലെ ജീവനും മനസ്സും തമ്മിൽ ഒരു അകൽച്ചയുണ്ട്. ഈ അകൽച്ച പ്രാണന്റെ ശക്തി കുറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവോദ്ദേശം പോലും പ്രാണശക്തി കൂട്ടുക എന്നുള്ളതാണ്. അതാണ് മുക്തിയുടെ അടിസ്ഥാനം. അപ്പം പ്രാണശക്തി കുറഞ്ഞിരിക്കുമ്പം മൈൻഡ് എന്തുണ്ടാവും? ഒരു തരത്തിലെ ഒരു വളരെ ശേഷിച്ചിരിക്കും. മനസ്സിന്റെ ആ ഒരു ശേഷി ഒരു വല്ലാത്തൊരവസ്ഥയിലും പ്രാണന്റെ ശക്തി കുറഞ്ഞ അവസ്ഥയിലും അതിങ്ങനെ അലയും കടന്നുണ്ട്. അതാണ് ജന്മമരണ ചക്രത്തിൽ നടക്കുന്നത്. ആ മനസ്സുകൊണ്ടാണ് ഇവിടെയും വരുന്നത്, പല വാസനകൾ കൊണ്ടും. പക്ഷെ പ്രാണന്റെ ശക്തി കൂടുന്നതിനനുസരിച്ച് മനസ്സില്ലാതെയാവും. അപ്പൊ നിങ്ങൾ മനസ്സിൽ നിന്ന് അകലും. നിങ്ങൾക്ക് അകലാനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ട് മനസ്സിലേർപ്പെട്ടു. പലരും പറയുന്ന കാര്യം, ഗുരുജി ധ്യാനം ചെയ്യുമ്പം മനസ്സിൽ പ്രശ്നമാണ്, മനസ്സെന്നെ അലട്ടുമാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യം.
പലരും ഇത് പറഞ്ഞു, ഗുരുജി കണ്ണടച്ചിരിക്കുമ്പോൾ ചിന്തകളല്ലാതെ വേറെ ഒന്നും സംഭവിക്കുന്നില്ല. ദീക്ഷയ്ക്ക് ശേഷം അവർ ആ ചോദ്യം പറഞ്ഞിട്ടില്ല എന്നോട്. ദീക്ഷയ്ക്ക് ശേഷം അവർക്ക് പറയാനില്ല, അവർ വേറൊരു ആനന്ദത്തിലാണ്. അവർക്കറിയാൻ പറ്റും ജീവനും മനസ്സും തമ്മിലുള്ള രീതി. ഇത് തന്നെയാണ് കർമ്മത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുന്നത്. നിങ്ങൾ എവിടാണോ ആ ഒരു കുറവ് അകലുന്നത്, അത് പ്രാണൻ കൂടുന്ന ഒരവസ്ഥയാണ്. അവിടാണ് നിങ്ങൾ വേറൊരു പരമാനന്ദത്തിനെ അനുഭവിക്കുന്നത്. അത് പരമാനന്ദമാണ്. ഇന്ന് രാവിലെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരാളോട്, കുഞ്ഞു കുട്ടിയവൻ, അപ്പോൾ അവനെൻ്റെ ഒപ്പം ചില കാര്യങ്ങൾക്കായിട്ട് എത്തിയപ്പോൾ അവനോട് ഞാൻ പറഞ്ഞുടാ, അപ്പോൾ അവനെ രാവിലെ ചോദിച്ചു, ഗുരുജി ഞാൻ എൻ്റെ രാവിലെ എണ്ണിട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഏർപ്പെട്ടാൽ വെച്ചു, ഗുരുജി പ്രാർത്ഥിക്കാൻ പോവാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ? ആര് പ്രാർത്ഥിക്കുന്നു? ആരോട് പ്രാർത്ഥിക്കുന്നു? അപ്പോൾ ഗുരുജി പ്രാർത്ഥിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. അതെന്താ ഗുരുജി? ഞാൻ ചോദിച്ചോടാ, നിനക്ക് ചിന്തിക്കുമ്പോഴാണോ സുഖം, ചിന്തിക്കാതിരിക്കുമ്പോഴാണോ സുഖം ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ചിന്തിക്കുമ്പം. ഞാൻ ചോദിച്ചു, ഉറങ്ങുമ്പോഴാണോ നിനക്ക് സുഖം, ഉറങ്ങാതിരിക്കുമ്പോഴാണോ സുഖം? ഉറങ്ങുമ്പോഴാ സുഖം. അപ്പോൾ എവിടാണോ ചിന്തകൾ അസ്തമിക്കുന്നത് അവിടെയുള്ള നിങ്ങൾക്ക് സുഖം. നിങ്ങൾ ആന്തരികപരമായി അറിയുന്ന ഒരു സുഖം ഉറക്കം മാത്രമേ ഉള്ളൂ എൻ്റെ കാഴ്ചപ്പാടിൽ. അവിടെ സുഷുപ്തിയുടെ ഉയർന്ന അവസ്ഥ വരുന്നുള്ളൂ, സൂര്യാതീതം വരുന്നുള്ളൂ. അതേസമയം നമ്മളിൽ ചിന്തകളാണ് എല്ലാം നമ്മുടെ പ്രാധാന്യം എന്നുള്ളതിൽ നിങ്ങൾ ഒരു 24 മണിക്കൂർ നേരം ഒരു റൂമിൽ കതവടച്ചിട്ട് പോയിരിക്കണം. മൊബൈൽ ഒന്നും ഉപയോഗിക്കാതെ, ഭക്ഷണം ഒന്നും ഇല്ലാതെ, ആരോടും മിണ്ടാതെ പോയിരിക്കണം. ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് മനസ്സിൽ വരുന്ന ചിന്തകളെല്ലാം നോട്ട് ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും മനസ്സിൻ്റെ ഭ്രാന്തമായ അവസ്ഥ എന്താന്നുള്ളത്. ഇത് തന്നെയാണ് ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. ഇത് കർമ്മം ഇങ്ങനെ നമ്മളെ ചുറ്റയ്ക്ക് വിട്ടോണ്ട് അവിടെ ഒരു അവയർനെസ് ഇല്ല. ഈ പ്രകൃതിയുടെ നിയമമാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം മുകളിലോട്ട് എറിഞ്ഞത് താഴത്തോട്ടേ വരുള്ളൂ. അവിടെ നിന്ന് എങ്ങനെയാണോ നിങ്ങൾ ഋതത്തിലേക്ക് എത്തുന്നത്, ആ ഋതം മാത്രമേ നിങ്ങൾക്ക് കർമ്മത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുള്ള മോചനവും നൽകുന്നുള്ളൂ. ശൂന്യമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും സുഖമേറിയ അവസ്ഥ, ഏറ്റവും ബ്ലിസ്ഫുള്ളായുള്ള അവസ്ഥ. അതിനെ കൈവരിക്കണമെങ്കിൽ കണ്ണടച്ചിരുന്നാൽ ധ്യാനമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കണ്ണുകൾ അടച്ചിരിക്കുമ്പം ശിവൻ ഉണരണം. ശിവൻ ഒരു ബോധമില്ലാത്ത ഒരാളാണ്. അതുള്ളതുകൊണ്ട് നമ്മളുണ്ട്, ഈ സൃഷ്ടിയുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഉണർവില്ല. അതിനാ മഹാകാളി കാലത്തെയും സമയത്തെയും അതിജീവിക്കാനായിട്ടുള്ള നോ ടൈം നോ സ്പേസ്, ഇതാണ് എനർജി. അവിടെ നമ്മൾ സ്പർശിക്കുമ്പോൾ അവിടെ മാത്രമേ നമുക്ക് ഈ അവസ്ഥ ഉണ്ടാകുന്നുള്ളൂ. അത് ക്രിയേഷനുമായിട്ടുള്ള കണക്ഷനാണ്. ഈ ബ്രഹ്മേന്ദ്രൻ നമുക്ക് നൽകിയിരിക്കുന്ന അവിടെ കൂടെ പ്രാണശക്തി എടുത്തുകൊണ്ട് ആ അവസ്ഥയിലേക്ക് എത്താനാണ്. ആ ശക്തിയെ സ്വീകരിക്കുന്ന ധ്യാനം സംഭവിക്കണം. അതിനുള്ള ക്രിയ അഭ്യസിക്കണം. അതിനെ ധ്യാനം എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അതാണ് യഥാർത്ഥ ശൂന്യം. അവിടെ ഒരാൾ എപ്പം സ്പർശിക്കുന്നവർക്കറിയാം മനസ്സ് ഒട്ടും നല്ല കാര്യമല്ല എന്നുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ശാസ്ത്രം മോശമാണ്. അതിനെക്കുറിച്ച് നമുക്ക് അധികം പഠിക്കാൻ പറ്റില്ല. മനസ്സിനെക്കുറിച്ച് അധികം ഇന്നും ആരാണോ മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സമയം പാഴാക്കുക മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തെ ബോധത്തെയാണ് നമുക്ക് അറിയാനുള്ളത്. ഇതാണ് നമ്മുടെ ആധ്യാത്മിക സംസ്കാരവും ഋഷിമാരും നമുക്ക് പറഞ്ഞു നൽകിയിട്ടുള്ളതും. ഇതാണ് ഓരോ യോഗികളുടെ അനുഭവ സമ്പത്തും. നമസ്കാരം.